ഹായ്, എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പൊ നമ്മുടെ തട്ടിന്റെ വർക്ക് ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ജാക്കിങ് സ്പാനിലാണ് ഞാൻ പറഞ്ഞിരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ. ജാക്കി സ്പാനിലാണ് നമ്മൾ തട്ടിന്റെ വർക്ക് ചെയ്തത്. എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ലെവലിങ്ങും അതുപോലെ സ്ട്രോങ്ങും ആണ് നമുക്ക് ജാക്കി സ്പാനിൽ ചെയ്ത് കഴിഞ്ഞാൽ. പക്ക ഒരു ലെവലിങ് നമുക്ക് മേലെ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ലെവലിങ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇടയിൽ ഇനി നമ്മൾ ജാക്കികൾ കൊടുക്കണം. ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് ജാക്കി കൊടുക്കണം. അതുപോലെ നമ്മളിത് രണ്ട് പോർഷനായിട്ട് തിരിച്ചേക്കാണ്. ഈ ഏരിയനെ ഇത്ര ലെങ്ത് കിടക്കാനും രണ്ട് പോർഷനായിട്ട് നമ്മൾ തിരിച്ചിട്ട് ബീം കൊടുത്തേക്കാണ്. അപ്പൊ അതിന്റെ ഞാൻ മേലെ കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ സ്റ്റെപ്പും ഇതിന്റെ കൈയോടെ കൂടി അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. സെൻസർ അടിച്ചപ്പോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. മെയിൻ മാർക്കിങ്ങുള്ള സ്റ്റെപ്പും കൈയോടെയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അത് ചെയിൻ കോണി ആയിട്ടാണ് ചെയ്തത്. ഇതിൽ ചെയിൻ കോണിയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ കമ്പി വർക്ക് താഴെ കമ്പി പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തട്ടിന്റെ വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് രണ്ട് പോർഷനായിട്ട് ഇത്ര ഫുൾ ലെങ്ത്തിൽ കിടക്കുമ്പോൾ രണ്ട് പോർഷനായിട്ട് ഉള്ള കാരണം ഇത് ബീം രണ്ട് പോർഷനായിട്ട് തിരിച്ചുവിടാം. അപ്പൊ അതിൽ ബീം നമ്മൾ ഇത് ബീമിന്റെ പോർഷനായിട്ട് തിരിച്ചേക്കാണ്. രണ്ട് പോർഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ലെവലിങ്ങും കാര്യങ്ങളും ജാക്കി സ്പാനിൽ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പക്ക ലെവലിംഗ് ആയിരിക്കും കിട്ടാം. നമ്മൾ വാർക്കെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് താഴെ പ്ലാസ്റ്റിങ് ഒരു സീലിംഗ് പ്ലാസ്റ്റിങ് വരുമ്പോൾ അതിന്റെ പക്ക ലെവലിങ്ങിൽ നമുക്ക് കിട്ടും. ഈ പോർഷനാണ് ഇത് കൈയോടെ കൂടിയാണ് നമ്മൾ ചെയിൻ കോണി അടിച്ച് കയറിയാണത്. ഇനി ഒരു പോർഷൻ കൂടിയാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളൂ. ബാക്കി ഏകദേശം 90% തട്ടിന്റെ വർക്ക് കഴിഞ്ഞ് കിടക്കാണ്. അപ്പൊ നമ്മൾ അതില് ഇത് ഈ പോർഷന് ഒരു ഹാളാണത്. അപ്പൊ അതൊരു 12-21 അടിയോളം ഫുൾ ലെങ്ത് ആണ് ഇത് വരുന്നത്. അപ്പൊ നമ്മൾ അതിനെ രണ്ട് പോർഷനായിട്ട് തിരിച്ചു. അപ്പൊ ഇതാണ് നമുക്ക് വരുന്ന ലോവർ ബീം. രണ്ട് പോർഷനായിട്ട് തിരിച്ചതിന്റെ ലോവർ ബീമാണ്. ഇതൊരു പോർഷനായിട്ട് നമ്മൾ ഹാളിലെ രണ്ട് പോർഷനായിട്ട് അത് വെയിറ്റ് താങ്ങാൻ വേണ്ടിയുള്ള പോർഷനായിട്ട് നമ്മൾ തിരിച്ചേക്കാണ്. ക്രാങ്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്തല്ലേ. അതെല്ലാവരും അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഈ രീതിയിൽ രണ്ട് പോർഷനായിട്ട് നമ്മൾ തിരിച്ചേക്കാണ്. ഇത് ലോവർ ബീമാണ് വരുന്നത്. നമുക്ക് 16ന്റെ കമ്പിയും 8ന്റെ റിങ്ങും ആണ് നമുക്ക് 6 ഗ്യാപ്പിലാണ് നമുക്ക് വരുന്നത്. ഇത് ഒരടി താഴ്ചയിലാണ് നമ്മൾ ഈ ലോവർ ബീം ചെയ്യുന്നത്. അതില് ഒരടി ടോട്ടൽ താഴ്ച വരെങ്കിലും നമുക്ക് മേലേക്ക് 4 മേലേക്ക് നമ്മുടെ കനം കയറി വരും. അപ്പൊ ആ രീതിയിലാണ് നമ്മളിപ്പോ അത് ചെയ്തത്. ഇനിയിപ്പോ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാണ്. ഞാൻ ഇതിന്റെ TMTയുടെ വർക്ക് നടക്കുമ്പോൾ ഞാൻ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. അപ്പൊ ഇനിയിപ്പോ നമ്മള് ബാലൻസിങ് ഷീറ്റ് എല്ലായിടത്തും വിരിക്കുന്നുണ്ട്. കട്ടയുടെ മേലെ നമ്മൾ കമ്പി നമ്മൾ വിരിക്കുന്നതിന് മുന്നേ ഇതിന്റെ ബാലൻസിങ് ഷീറ്റ് എന്ന് പറയാന് നമ്മൾ അതെല്ലാം ടാർ ഷീറ്റ് പോലത്തെ ഒരു ഷീറ്റാണത്. നമ്മളെല്ലായിടത്തും അത് വിരിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഏകദേശം തട്ടിന്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിയും. അതുപോലെ മെയിൻ വാർപ്പിൽ നമുക്ക് 2 അടി പ്രൊജക്ഷൻ നമുക്ക് വരുന്നുണ്ട്. ആ ഏരിയ ഒരു ഷോവാളിന്റെ ഏരിയ കയറി വരുന്നതാണ്. അപ്പൊ അതിന്റെ നമ്മൾ മെയിൻ വാർക്കിലാണ് അത് തീർക്കുന്നത്. ഓക്കെ, ഞാൻ അതിന്റെ വീഡിയോസ് ഫുള്ള് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. TMTയുടെ വർക്ക് നടക്കുമ്പോൾ എല്ലാം കാണിച്ചു തരാം. ഹായ് സാർ, അതായത് നമ്മുടെ എഞ്ചിനീയറാണ്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എത്രേന്റെ ഷീറ്റാണ് നിങ്ങൾ സ്പാനിന്റെ മേലെ ചെയ്യാറ്. നമ്മൾ 1.10ന്റെ ഷീറ്റാണ് ചെയ്യുന്നത്. 1.10ന്റെയും 90ന്റെയും പിന്നെ നമ്മൾ അഡ്ജസ്റ്റബിളും ചെയ്യാറുണ്ട്. നമ്മൾ 1.10 ഇങ്ങനെ പറയുമ്പോഴാണ് 1.10 വരുന്നത്. ഇത് 2 അടി നമുക്ക് വീതിയും വരും. അങ്ങനെയാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തത്. ഇനി ചെറിയ ചെറിയ ഗ്യാപ്പുകളും കാര്യങ്ങളെല്ലാം നമ്മളത് ഫില്ല് ചെയ്യും. നമ്മൾ കോൺക്രീറ്റിന്റെ സമയത്ത് അതിന്റെ ഗ്രേവി താഴേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മളെല്ലാം ഗ്യാപ്പുകൾ ഫുള്ള് ഫില്ല് ചെയ്യും. അപ്പോൾ ഓക്കെ, എല്ലാവരോടും സ്നേഹം മാത്രം. താങ്ക് യു.